അധ്യക്ഷത വഹിക്കുന്ന സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ, മൈ ഡിയർ കോമ്രേഡ് പ്രബീർ കുട്ടപ്പായ സാർ, സഖാവ് വിജയരാഘവൻ, സഖാവ് സി എൻ മോഹനൻ, സഖാവ് ജോയി, സഖാവ് പാർവതി ദേവി, സദസ്സിലിരിക്കുന്ന പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെ, നിങ്ങൾ പലരും ചിന്തിക്കുന്നത് പോലെ നമ്മുടെ അതിഥി കൂടിയായ സഖാവ് പ്രബീർ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ദീർഘമായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ആ പാഠങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതെല്ലാം അർത്ഥത്തിലാണ് നമ്മൾ സൂക്ഷ്മമായി പ്രയോഗിക്കേണ്ടത്? വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ? ഇത് രണ്ടിലുമാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് സഖാവ് മോഹനും ഗോവിന്ദൻ മാഷുമൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ പല ഓർമ്മകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ഒരുപക്ഷേ ഏറ്റവും ആദ്യം നടന്ന സംഘടിതമായ പ്രതിഷേധ സമരങ്ങളിലൊന്ന് 1975 ജൂലൈ 1-നാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ നടന്നത്. അതിൻ്റെ ഒരു ഓർമ്മ പുസ്തകം അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ എഡിറ്റ് ചെയ്ത് അവിടെ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ സാംസ്കാരിക രംഗത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായി നടന്ന പോരാട്ടത്തിൻ്റെ ഒരു അനുഭവ സംഗ്രഹവും ആവിഷ്കാരവുമാണ് കവിതകളും കഥകളും പ്രഭാഷണങ്ങളും അനുഭവക്കുറിപ്പുകളും എല്ലാം അടങ്ങുന്ന ചിന്തയുടെ എന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകം. ഇനിയും കുറേ പുസ്തകങ്ങൾ വരും എന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ സഖാവ് പി ഗോവിന്ദപിള്ള ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു പുസ്തകം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡേവിഡ് സെൽബോൺ എഴുതിയ ആൻ ഐ ടു ഇന്ത്യ, ഇന്ത്യയെ നോക്കുന്ന ഒരു കണ്ണ് എന്നാണോ, ഇന്ത്യയിലേക്കൊരു നോട്ടം എന്നാണോ, എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് നേടി ഇന്ത്യയിൽ സഞ്ചരിച്ചത് ഈ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രാബല്യത്തിലിരുന്ന നാളുകളിലാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ്, എത്ര ഹീനമായിട്ടാണ് പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും അത് ചവിട്ടിമതിക്കപ്പെട്ടത്. അത് ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസറിന് സാധ്യമായ വിശകലന പഠിത്തത്തോടുകൂടി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരുന്നു. അത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള സംവാദ വേദികളിൽ വളരെ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടിരുന്നു, ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം നടത്തിയ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഓർക്കുന്നത് ഉചിതമായിരിക്കും. അന്ന് വളരെ പരിമിതമായ സംസ്ഥാനതല പ്രവർത്തന അനുഭവം മാത്രമേ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ എനിക്കുണ്ടായിരുന്നു. ആ വർഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം, അതായത് 1975 മാർച്ചിലാണ് ഇവിടെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ച് SFIയുടെ സംസ്ഥാന സമ്മേളനം അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് പ്രകാശ് കാരാട്ടെല്ലാം പങ്കെടുത്ത് നടക്കുന്നത്. അന്നാണ് ഞങ്ങൾ പിന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ട് ചുമതലയേക്കുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസത്തിനുള്ളിൽ അടിയന്തരാവസ്ഥ വരികയാണ്. സഖാവ് വിജയകുമാർ ഇവിടെ ഇപ്പോൾ അന്നത്തെ വിദ്യാർത്ഥി നേതൃത്വത്തിന്റെ ഭാഗമാണ്. പക്ഷെ അടിയന്തരാവസ്ഥ എതിർക്കപ്പെടേണ്ടതാണ്.
എന്തു ഭീകരമായ മർദ്ദനം അത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയുമ്പോഴും ഇതിനെതിരെ പ്രതിഷേധിച്ചേ തീരൂ എന്നുള്ള ഒരു ചിന്ത, ഒരു വികാരം SFIയുടെയും അന്നത്തെ KSYFന്റെയും പ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നത് CPIMന്റെ അന്നത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു, EMSും AKGയും ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളോട് ചെങ്കൊടി പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തോടുകൂടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമുള്ള പ്രതിബദ്ധത, അതാണ് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിലൂടെ പ്രകടമായിട്ടുള്ളത്. ഇത് നോക്കൂ, നമ്മുടെ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ ചില ഇനത്തിൽപ്പെട്ട പാർട്ടികളെ ജനാധിപത്യ പാർട്ടികൾ എന്ന് നിർവചിക്കുന്നു, അല്ലേ? അങ്ങനെ ജനാധിപത്യ പാർട്ടികളെ നിർവചിക്കുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്. എന്നാൽ CPIMനെ പോലുള്ള പാർട്ടികളെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് നിർവചിക്കുന്നതിനകത്ത് നമുക്ക് പ്രതിഷേധമൊന്നുമില്ല. പക്ഷെ CPIMനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുമ്പോൾ ജനാധിപത്യം തരിമ്പുമില്ലാത്ത പാർട്ടികൾ എന്നുള്ള തരത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, സംഘടനയെ ഒക്കെ ജനാധിപത്യ രഹിത സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ എന്നാണ് നിർവചിക്കുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂഷണ വ്യവസ്ഥയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾ എന്നാണ്. പക്ഷെ അവരഭിനയിക്കുന്നത് അവർ നിഷ്പക്ഷരാണെന്നാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിൽ അനിവാര്യമായും നമ്മൾ പിന്തുടരേണ്ട ഒരു മൂല്യം, സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ മാർക്സ് ഒരു സമൂഹം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്ന് അളക്കാൻ ആ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും തുല്യതയും നോക്കിയാൽ മതി എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഓർക്കാൻ കാരണം നമ്മളക്കാര്യത്തിൽ കുറച്ച് ജനാധിപത്യ ലോപമുള്ളവരാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യമൊക്കെ ഏതാണ്ടൊരു സ്ത്രീകളെ അവഗണിച്ചു എന്നുള്ള ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി എന്ന മട്ടിലാണ് പലപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. കാരണം നമ്മളൊരു ആധുനിക സമൂഹമായി ഇന്ത്യയും കേരളവും വേണ്ടത്ര മാറിയിട്ടില്ല. ആധുനിക ഇതര മൂല്യങ്ങളുടെ പിടിയിലാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും എന്നാണ്. പക്ഷെ അവിടെയും ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, അത് സമൂഹത്തിലെ സാമ്പത്തികമായി അതിസമ്പന്നരും ദരിദ്രരുമെന്നുള്ള വ്യത്യാസം ഇല്ലാതാക്കി സാമ്പത്തിക ജീവിതത്തിലെ സമത്വം മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിലെ സമത്വം, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാവേണ്ട സമത്വം, ഇതൊക്കെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ബോധം ഇടതുപക്ഷത്തിനാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ജനാധിപത്യ പ്രതിബദ്ധതയുടെ മായ്ച്ചു കളയാൻ കഴിയാത്ത തെളിവാണ്, ഉദാഹരണമാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ CPIM അംഗങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, കർഷക സംഘം, വനിതാ പ്രസ്ഥാനം, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ത്യാഗസന്നദ്ധരായി പോരാടാൻ തയ്യാറായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ സ്വന്തം അനുഭവം ഏതാണ്ടൊരു ഉന്മാദാവസ്ഥയിൽപ്പെട്ടവരെ പോലാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരവീഥിയിലൂടെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നീങ്ങിയത്. കാരണം അങ്ങനെ രക്തത്തിൽ കലർന്ന പ്രതിബദ്ധത, സ്വേച്ഛാധിപത്യ ഭരണവ്യവസ്ഥയോടുള്ള പ്രതിഷേധം, അതാണ് ആവിഷ്കരിക്കപ്പെട്ടത്.